അയോധ്യപുരിയിലെ പ്രജകൾ അത്യന്തം സന്തുഷ്ടരായിരുന്നു. ആ രാജ്യം ഐശ്വര്യ സമൃദ്ധമായിരുന്നു. ആ നൃപതിയുടെ ഉള്ളം മാത്രം ശോകത്താൽ മൂടപ്പെട്ടിരുന്നു. എന്തുപറ്റി ലക്ഷ്മണ? അശ്വത്തി ഏതോ 2 കുട്ടികൾ തടഞ്ഞു കേൾക്കുന്നു ജ്യേഷ്ഠ. സ്വന്തം പത്നിയെ രാജ്യത്തിന് വേണ്ടി ഉപേക്ഷിച്ചൊരു പുരുഷന് എങ്ങനെയാണ് മനസ്സമാധാനം ലഭിക്കുക? അപ്പോൾ നിങ്ങളുടെ ജ്യേഷ്ഠന്റെ ധർമ്മം വെറും കാപട്യമാണോ? ആരാണ് നിങ്ങളുടെ ജനനി? വലിയൊരു അപരാധം ചെയ്തതുപോലെ തോന്നുന്നു ഗുരുനാഥ. ഈ ഖേദം ഉപേക്ഷിക്കൂ രാമ. ഒരു സ്ത്രീയുടെ വാക്കുകൾ ചരിത്രം ഒരിക്കലും ഓർത്തുവെക്കില്ല എന്ന് അങ്ങേക്കറിയില്ലേ? എന്നെ അല്ലാതെ ആരെയും മനസ്സിൽ കരുതിയിട്ടില്ലെന്നും ശുദ്ധി അടിയറവ് വെച്ചിട്ടില്ലെന്നും എന്റെ പ്രജകൾക്ക് മുന്നിൽ വെച്ച് സത്യപ്രമാണം ചെയ്യണം. അഗ്നിയിൽ ദഹിക്കാത്ത എന്റെ സത്യം അന്ന് നിങ്ങൾ കണ്ടതാണ്. എന്തിനാണ് ആ അഗ്നി വീണ്ടും ജ്വലിപ്പിക്കുന്നത്?